ഡോക്ടർ രാജേഷ് ഗോപാലകൃഷ്ണൻ. അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഗ്യാസ്ട്രോ മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റും പ്രൊഫസറുമാണ്. ഡോക്ടർ നോക്കുകയാണെങ്കിൽ ഒരു പിത്താശയത്തിൽ കല്ലുണ്ട്. റൊട്ടീനായിട്ട് എക്സാമിൻ ചെയ്യുമ്പോൾ പലരും കാണുന്നത് തന്നെ. അത് കണ്ട അന്ന് മുതൽ അവർക്ക് വയറിന്റെ ഒരു ഭാഗത്ത് വേദന തുടങ്ങും. ഒരു മാനസികമായ പ്രശ്നമായി മാറുന്നുണ്ട് ഈ പിത്താശയത്തിലെ കല്ല്. അവരോട് ഡോക്ടർ കൊടുക്കേണ്ട ഒരു സന്ദേശം എന്താണ്? എനിക്ക് കൊടുക്കാനുള്ള സന്ദേശം, ഇത് ഒരു സാധാരണ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ്. ഇപ്പം ഇതിനുള്ള നമുക്ക് കുറേ ഒരു ടെസ്റ്റുകളും ചികിത്സ എല്ലാം നമുക്ക് സൗകര്യമുണ്ട്. പക്ഷെ നമുക്ക് പിത്തസഞ്ചിയിൽ കല്ല് വന്നിട്ട് അതുകൊണ്ട് നമുക്ക് ഒരു സിംറ്റംസ് ഇല്ല, വേദന ഒന്നും ഇല്ലെങ്കിൽ ഉടനെ ഓപ്പറേഷനോ ഒന്നും വേണ്ടി വരാറില്ല. അപ്പം അതിനുവേണ്ടി പേടിക്കുന്ന ആവശ്യമില്ല. കല്ലുണ്ടെന്ന് വെച്ചിട്ട് കൂടുതൽ പേടിക്കുകയോ അങ്ങനെയൊന്നും ആവശ്യമില്ല. പക്ഷെ ഇത് ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞു ഡോക്ടറിന്റെ നിർദ്ദേശമാണ് ഓപ്പറേഷൻ ചെയ്യണം, പിത്തസഞ്ചി എടുത്തു കളയണം. അങ്ങനെയാണെങ്കിൽ അത് എടുത്തു കളയാനാണ് ഏറ്റവും നല്ലൊരു ചികിത്സാ മാർഗം. നമ്മൾ വേറെ എന്തെങ്കിലും മാർഗം പോയാലും നമുക്ക് അതൊരു സ്ഥായിയായിട്ടൊരു നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് കിട്ടില്ല. ഡോക്ടർ, ഇങ്ങനെ ഒരുപാട് ട്രഡീഷണൽ മെഡിസിൻസ് ഇതിന് ഉപയോഗിക്കാറുണ്ട്, പലരും ഉപയോഗിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ എന്താ അഭിപ്രായം? നമ്മൾ പല ഈ പ്രകൃതി ചികിത്സ ഉണ്ട്, ട്രഡീഷണൽ ആയിട്ട് ഇങ്ങനെ ആയുർവേദം അങ്ങനെ പല രീതിയിൽ ചികിത്സ. കല്ലെന്ന് പറഞ്ഞാൽ സാധാരണ വളരെ ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ്. അപ്പോൾ പലവർക്കും ഒരു ധാരണ ഓപ്പറേഷനൊക്കെ പോയാന്ന് വെച്ചാൽ ഒരു അനസ്തീഷ്യ, അതിനൊരു മടി കാരണം ഇങ്ങനെ പലതും നോക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മള് പിത്തസഞ്ചിയിൽ കല്ല് സാധാരണ ഒരു അസുഖമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് രോഗത്തിൽ ലക്ഷണങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യണ ആവശ്യമില്ല. നമുക്ക് സാധാരണ അത് മാത്രമൊന്നും ചെയ്യണ ആവശ്യമില്ല. പിന്നെ കല്ലുകൊണ്ട് വേദന വരാം, അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും ഒരു ബെസ്റ്റ് ഒരു മെത്തേഡ് ഓപ്പറേഷൻ ചെയ്യുക തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കീ ഹോൾ ആയിട്ട് ഇത് ചെയ്യാം. ഇതൊരു അധികം ഒരു കോംപ്ലിക്കേറ്റഡ് ഓപ്പറേഷൻ അല്ല. 1-2 ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ മതി. പിന്നെ ഇതിന് അത്ര ഒരു ഇന്നത്തെ വളരെ ഒരു സ്റ്റാൻഡേർഡ് ഒരു സർജറി എല്ലാ സ്ഥലത്തും അത് ചെയ്യണതാണ്, കീ ഹോൾ സർജറിയാണ്. മറ്റു വേറെ എന്ത് മാർഗം നമ്മൾ ഉപയോഗിച്ചാലും ഫൈനലി ആൾക്കാർക്ക് സർജറി വേണ്ടി വരും. അപ്പൊ നമ്മൾ എങ്ങനെയും ഇത്രയും ചുറ്റി ഇങ്ങനെ ചെയ്യണേക്കാൾ നല്ലത് നേരത്തെ തന്നെ സർജറി ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാനാണ് നല്ലത്. നമുക്ക് സർജറി ഒഴിവാക്കാനുള്ള കാരണങ്ങൾ നമുക്ക് അനസ്തീഷ്യ റിസ്ക് ഉണ്ട്, ഹാർട്ടിൻ്റെ അസുഖം, അങ്ങനെ പല കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സർജറി അത് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടറിന്റെ ഒരു നിർദ്ദേശം പ്രകാരം മാത്രമേ അത് അങ്ങനെ തീരുമാനം ഉണ്ടാക്കി. നേരത്തെ ഒക്കെ നോക്കുകയാണെങ്കിൽ പലർക്കും പേടിയുണ്ടാകുന്ന വലിയൊരു സ്കാർ, പിത്താശയത്തിലെ കല്ല് നോക്കുമ്പോൾ വയറ്റിൽ വലിയൊരു സ്കാറും കുറെ ദിവസം റെസ്റ്റ് ഒക്കെ എടുക്കേണ്ട ഒരു സർജറി ആയിരുന്നു. അപ്പൊ ഡോക്ടർ കീ ഹോളിനെ പറ്റി പറയണ്ട, എന്താണ് കീ ഹോൾ സർജറി എന്ന് പറഞ്ഞാൽ നമ്മള് വയറില് 4 ചെറിയ ഒരു സെന്റിമീറ്ററിന് താഴെയുള്ള 4 ചെറിയൊരു മുറിവ് മാത്രം ഉണ്ടാക്കും. ആ ദ്വാരം വഴിയാണ് പിത്തസഞ്ചിയിൽ നമ്മൾ എടുത്തു കളയുക. അത് വളരെ ഒരു സേഫ് ഒരു സർജറിയാണ്. അത് ഇത്ര മീൻസ് ഒരുപാട് ദിവസം റെസ്റ്റ് എടുക്കേണ്ട അതിന് നമുക്ക് 1-2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നാൽ മതി. നമുക്ക് 4 ദിവസത്തോളം നമുക്ക് തിരിച്ച് ജോലിക്കൊക്കെ പോകാൻ പറ്റും. സാധാരണ രീതിയിൽ ഇത് വളരെ ഒരു വലിയൊരു നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എഫക്ട് ചെയ്യാത്തൊരു സർജറിയാണ്. ജോലിക്കൊന്നും വലിയ എഫക്ട് വരില്ല, പെട്ടെന്ന് ജോലിക്ക് തിരിച്ചു പോവാം. വലിയൊരു കോംപ്ലിക്കേഷൻസ് സാധാരണ ഉണ്ടാവാത്തൊരു ഓപ്പറേഷനാണ്. ഒരു രോഗിക്ക് പിത്താശയത്തിൽ കല്ലുണ്ടായി, അത് എടുത്തു കളയുന്നില്ല, എന്തെല്ലാം കോംപ്ലിക്കേഷൻ ആണ് അതുകൊണ്ട് പിന്നെ ഉണ്ടാകുന്നത്? നമ്മളിപ്പോ സാധാരണ നമ്മൾ ഈ പാൻക്രിയാസ് നമ്മൾ ഈ പിത്തസഞ്ചിയിൽ ഈ കല്ല് വന്ന് അതിന്റെ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഉടനെ ചികിത്സ ചെയ്തില്ലെങ്കിൽ അത് വീണ്ടും വേദന വരാനും വീണ്ടും അടുത്ത വർഷം കുറച്ച് കൂടുതൽ സിവിയറായിട്ട് വരാനും ഇൻഫെക്ഷൻ വരാനും റിസ്ക് ഉള്ളൊരു അസുഖമാണ്. അതിന് നമ്മളത് അതിന്റെ ലക്ഷണം വന്നു കഴിഞ്ഞാൽ അത് നേരത്തെ ചികിത്സിക്കാൻ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ കുറെ വർഷം കല്ല് കിടന്ന അതുകൊണ്ട് പിത്തസഞ്ചിയിൽ ക്യാൻസർ വരണം. അതെ ഇത് നമുക്ക് അത് അതെ നമ്മുടെ പിത്തം എന്ന് പറഞ്ഞാൽ അത് അതിൽ കൂടുതൽ ഇങ്ങനെ കെമിക്കൽസും ഇതൊക്കെ ഉള്ളതാണ്. അപ്പൊ അത് പൊട്ടി കുറെ വലിയൊരു രീതിയിൽ വരാണെങ്കിൽ നമ്മുടെ വയറിലൊക്കെ വരാണെങ്കിൽ അതുകൊണ്ട് കൂടുതൽ പെരിട്ടോണൈറ്റിസും അങ്ങനെയൊക്കെ ഒരു അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. പിത്താശയത്തിൽ കല്ലുള്ളവർ ആൽക്കഹോൾ കഴിക്കുകയാണെങ്കിൽ ഇത് കൂടാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അതിന് വലിയ എഫക്ട് ഇല്ലേ? ആൽക്കഹോൾ കൊണ്ട് കല്ലുണ്ടാവണേൽ വലിയ എഫക്ട് വരില്ല. പക്ഷെ സാധാരണ നമ്മൾ കാണുന്നത് ഈ ലിവർ സിറോസിസ് ഉള്ള രോഗികൾക്ക് കല്ല് വരാൻ സാധ്യത കൂടുതലുണ്ട്. അത് ആൽക്കഹോളിന് മാത്രമല്ല, അത് സിറോസിസ് ഏത് കാരണം സിറോസിസിലും വരാം. ഇതുപോലെ ഈ ക്രോൺസ് ഡിസീസ് എന്ന് പറഞ്ഞ ഒരു അസുഖമുണ്ട്, ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ്. ഇങ്ങനത്തെ രോഗികളിലും കല്ല് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മള് മദ്യം കൂടുതൽ ഉപയോഗിക്കുകയാണ്, കല്ലു രണ്ടും ഉണ്ടെങ്കിൽ ഇത് രണ്ടിന്റെ എഫക്റ്റ് കൊണ്ട് നമുക്ക് പാൻക്രിയാറ്റിസ് വരാണെങ്കിൽ അത് കുറച്ച് കൂടുതൽ സിവിയർ ആയിട്ട് വരാൻ സാധ്യത. അതെ അതെ.
കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള ചാൻസ് സാധ്യതയുണ്ട്. ഓക്കെ. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഭക്ഷണം തന്നെയാണ്. ഇപ്പൊ ഒരു പിത്താശയത്തിൽ കല്ലുണ്ടെങ്കിൽ നമ്മൾ ഓവർ വെയിറ്റ് ആകാതെ സൂക്ഷിക്കുക, ഭക്ഷണം ശ്രദ്ധിക്കുക, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലേ. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.